ഇത്രയധികം പൊട്ടൻഷ്യൽ ഒരാളാണ് നമ്മളോട് ഇരിക്കുന്നത്. അഭിലാഷ് ഷാട്ടയം എന്ന് പറയുമ്പോൾ ഹീസിന് മിമിക്രിയുടെ അങ്ങേറ്റം. മിമിക്രിയിൽ എല്ലാവരും സൗണ്ട് എടുക്കും, അഭിനയിക്കാൻ അറിയാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം. എന്തിനാണ് ഈ കോമാളിത്തരം? അങ്ങനെ തന്നെ പറയാം, എന്തിനാണ് ഈ കോമാളിത്തരത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ലിപ്ലോക്ക് ഫ്രീ ആയിട്ടാണ്. ലിപ്ലോക്കൊക്കെ ഫ്രീ ആയിട്ട്. പിന്നെ ലിപ്ലോക്ക് ഫ്രീ ആയിട്ട് ചെയ്തോ? ഫ്രീ ആയിട്ട് ശരിക്കും പമ്പ ആസ് എ ഡോക്ടർ കണ്ടു നോക്കി പറയൂ, സത്യമാണോ നുണയാണോ? ഫ്രീ ആയിട്ട് സത്യം പെരേര എല്ലാ മരണ വീട്ടും പോകാറുണ്ട്. ഞാൻ പോകാറില്ല. പക്ഷെ ഈയിടെ പമ്പയും പെരേരങ്ങളോട് ലാലേട്ടൻ്റെ അമ്മ മരിച്ചെടുത്ത് പോയി. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അനിമോള് നോക്കിയിട്ട് ഒരു പുച്ഛിച്ചുള്ളൊരു ചിരി വന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള സത്യം പറയാതെ മീഡിയസ് എല്ലാം കൂടി ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇവര് നേരെ നോക്കി അങ്ങ് പോരെ ചെയ്ത് കണ്ടിട്ട് പോലും അല്ലേ ആ സംഭവം. അപ്പോൾ അത് കുറേ ഇത് വരുന്നുണ്ട്, കമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പമ്പ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാം. ആ ഒരു സംഭവം ഇനി പറയാൻ എനിക്ക് മടിയില്ല. പിന്നെ അനുവിന്റെ റിയാക്ഷനും ഉണ്ടായിരുന്നു. എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കും, കരയാൻ തോന്നിയാൽ കരയും എന്നൊക്കെ ഉള്ളൊരു CV. നമ്മൾ ഒരാളെ ഏത് പൊസിഷനിൽ നിന്നാണ് കളിയാക്കി ചിരിക്കുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഇറ്റ് ഡസൻ എഫക്ട് നമ്മളെ അല്ല എഫക്ട് ചെയ്യുന്ന കൂടുതൽ, ഇറ്റ് എഫക്ട്സ് ഹർ മോർ. അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രീനിയുടെ വീട്ടിൽ അലിൻ പോയിട്ട് ചിരിച്ചു. അത് ഞാൻ അലിനോട് പേഴ്സണലി ചോദിച്ചപ്പോൾ പറഞ്ഞത് വിനീതേട്ടന്റെ തമാശയുള്ള ഭാഗങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഒരു മരണ വീട്ടിൽ ആരെങ്കിലും തമാശയുള്ളതായിട്ട് ഓർക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അലിനെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഫെയിമോ അതുകൊണ്ടൊന്നുമല്ല, ബിക്കോസ് പേഴ്സണലി എനിക്ക് എല്ലാവരും അറിയാവുന്നതുകൊണ്ട്. നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ ഇന്റർവ്യൂ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരുപാട് പേരെ പറ്റി നമ്മൾ പറഞ്ഞു. അതൊരു യൂണിവേഴ്സ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ യൂണിവേഴ്സിൽ നമ്മൾ പരാമർശിച്ച 2 വ്യക്തികളാണ് ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരാള് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നമ്മുടെ അലിൻ ജോസിന്റെ ബോഡി ഗാർഡാണ്, പല രീതിയിലും സുഹൃത്താണ്, ഫ്രണ്ടാണ്, ചേട്ടനാണ്, അനിയനാണ് എന്നൊക്കെ പറയാം. അടുത്തൊരാളെന്ന് പറയുമ്പോൾ ആളൊരു മോഡലാണ്, ഒരു ആക്ട്രസ് ആണ്, ഒരു ഡോക്ടർ കൂടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ലെറ്റ്സ് വെൽക്കം അഭിലാഷ് ഷാട്ടയം ആൻഡ് ഡോക്ടർ പമ്പ. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. കാരണം ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യമായി ഒരു ഡയറക്ഷനിലേക്ക് കടന്നു. ഒരു വർക്ക് അടുത്ത ദിവസം റിലീസാവുകയാണ്. അത് നല്ലൊരു ക്യാരക്ടർ വേഷം എനിക്ക് തന്നു. എന്നുവെച്ചാൽ ഒരു ആരും പ്രതീക്ഷയില്ല പമ്പ എന്ന് പറയുന്ന ആള് ഒരു ഡയറക്ഷനിലേക്ക് വരും പെട്ടെന്ന് എന്നുള്ള രീതി. പിന്നെ ഞാനും പ്രതീക്ഷിച്ചില്ല ആ ഒരു വേഷത്തിലേക്ക് എന്നെ വിളിക്കുന്നു, പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ഭാഗ്യത്തില് ഞാൻ എത്തി. ഞാൻ വെരി സർപ്രൈസ് ആയിട്ട് പമ്പ ആദ്യമായിട്ടാണ് അലിന്റെ ഒപ്പം അല്ലാതെ വേറെ ആളുടെ കൂടെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്യാൻ റീസൺ എന്താണ്? അഭിലാഷിന്റെ കൂടെ ഇന്ന് കാണാനുള്ളത്? നമ്മളിപ്പോ ഒരുമിച്ച് 2 വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നൊരു അനി സുനി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം, അതിൻ്റെ ഫസ്റ്റ് ഡയറക്ഷണൽ വെഞ്ചറാണ് എൻ്റെ ഒരു കുഞ്ഞു പരിശ്രമം. സോ അതിൽ അഭിലാഷ് ഉണ്ട്, ഒരു ക്യാരക്ടർ വേഷമുണ്ട്. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഞാൻ, അതെൻ്റെ സ്ക്രിപ്റ്റാണ്, ഡയറക്ഷൻ വേറെ. മോഡലിൽ നിന്ന് ആക്ട്രസായി, ആക്ട്രസിൽ നിന്ന് ഡയറക്ടർ, ഇപ്പോൾ സ്റ്റോറി റൈറ്ററും കൂടിയായി. ഇനി പ്രൊഡക്ഷനും കൂടി എന്നാണ് തുടങ്ങുന്നത്? ഇതിന്നൊക്കെ പൈസ കിട്ടുമ്പോ. എന്തുകൊണ്ടാണ് അലിയിൽ നിന്ന് മാറി അഭിലാഷിലോട്ട് എത്തിയത്? ഇത് കാരണം വേറൊന്നുമല്ല. കാരണം എന്റെ ലുക്ക് കണ്ടില്ലേ, ഈ ലുക്കിലൊരു ക്രൂരനായൊരു ഇതുണ്ടെന്നാണ് എല്ലാരും പറഞ്ഞത് ലുക്കില്. അപ്പം അലിൻ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ആണ്. അപ്പൊ ഈ ഒരു വില്ലൻ സാധനം പോലത്തുള്ള സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണം. പറയട്ടെ, അത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്, സ്ട്രോങ് വോയിസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളുടെ ഇടയിൽ അപ്പൊ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി വരണമല്ലോ. ലുക്ക് വൈസ് മാത്രമല്ല, ആളുടെ ശബ്ദത്തിന്റെ കുറച്ച് ഗാംഭീര്യമാണെങ്കിലും ഹി കൻ മേക്ക് ഡിഫറെന്റ് വോയിസസ്, ചേഞ്ച് ചെയ്ത് വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇറ്റ്സ് ഗോട്ട് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ക്യാരക്ടറിന് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നി. ശരിയാണ്, ഇത്രയധികം പൊട്ടൻഷ്യൽ ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അഭിലാഷ് ഷാട്ടയം എന്ന് പറയുമ്പോൾ ഹീസിന് മിമിക്രിയുടെ അങ്ങേറ്റം. മിമിക്രിയിൽ എല്ലാവരും സൗണ്ട് എടുക്കും, അഭിനയിക്കാൻ അറിയാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം. എന്തിനാണ് ഈ കോമാളിത്തരം? അങ്ങനെ തന്നെ പറയാം, എന്തിനാണ് ഈ കോമാളിത്തരത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്?
ഇത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വന്നത് ചില ചാനൽ പ്രോഗ്രാം, കോമഡി ഉത്സവം, ബമ്പർശ്ശേരി, അങ്ങനെയുള്ള ഒരു കോടിയിൽ വരെ എത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഒരു കോടിയിൽ എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പേഷ്യൻസിന് വേണ്ടി പാട്ട് പാടുന്നുണ്ടായിരുന്നു തെരുവോരങ്ങളിൽ നിന്ന്. അങ്ങനെ മലയാള മനോരമ പത്രത്തിൽ എന്നെ കുറിച്ച് വന്ന് അങ്ങനെ എത്തി. അത് തന്നെ എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കൂട്ടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വന്നപ്പോഴും നമ്മൾ അത്ര അധികം കൂടെ തിരിച്ചറിയാത്തൊരു ലെവലിലാണ് ഇരുന്നത്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്തപ്പെട്ടെന്ന് പറഞ്ഞൊരു നിമിത്തമാണ് ഞാൻ ഒരു സിനിമ ചെയ്തിരുന്നത്, ഒരു കടന്നൽ കഥ എന്ന് പറഞ്ഞു, ജാഫർ കടന്നൽ. അപ്പൊ ആ സമയത്ത് ഈ സിനിമ ആരെങ്കിലും കാണണമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വന്നാലാണെന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ പറഞ്ഞ പെരേരനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അവസരം ഇത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ കയറുന്നൊക്കെ. ആ സമയത്ത് അപ്പൊ അങ്ങനെ ഞാൻ പെരേരനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി പോയി കണ്ടു കേട്ടോ, സിനിമ കണ്ടു. പുള്ളി പോയി കണ്ടു അതിന്റെ റിവ്യൂ എടുക്കുന്ന ചേട്ടൻ വന്ന് വരുവാണെങ്കിൽ ഫോണിൽ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന വരാന്ന് പറയാൻ ഞങ്ങൾ ലുലു മാളിൽ വെച്ച് അവിടെ മീറ്റ് ചെയ്യണം. ആദ്യമായിട്ട് അതിന് മുമ്പ് മുളകി കയറി പോകാൻ നേരത്തെ അവിടെ രാജാവ് ഇരിക്കുന്നത് ആറാട്ടണ്ണൻ. പുള്ളിനെ ചെന്ന് മിണ്ടി അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചാൽ പറഞ്ഞ പെരേരനെ കാണാൻ വേണ്ടി വന്നെന്ന് പറയും. പുള്ളി ആ ചിരിച്ച മുഖം എങ്ങനെയായിരിക്കും. എന്തായിരുന്നു ആറാട്ടണ്ണന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? എങ്ങനെ എന്തുകൊണ്ടാ അലിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള പ്രൊമോഷൻ ഏറ്റവും ഫേമസ് ആ സമയത്ത് വരുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ആറാട്ടണ്ണന്റെ അടുത്തേക്ക് പോയില്ല? ആറാട്ടന്റെ കൂടെ പ്രൊമോഷൻ ചെയ്ത് കുറച്ചുകൂടെ റീച്ച് കിട്ടി. പക്ഷെ ഞാനത് ആറാട്ടനെ അവിടെ കാണുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ ചെന്നപ്പോ ഇവനെ മോളത്തെ നിലയിലായിരുന്നു, ലുലുമാളിലെ ഫുഡ് കോർട്ടിലായിരുന്നു. അപ്പൊ താഴെയായിരുന്നു ആറാട്ടനായിരുന്നു. കണ്ടപ്പോ പെട്ടെന്ന് താങ്കളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ സീൻ പറഞ്ഞുതരൂ. ഞാൻ കണ്ടപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെന്ന് നമസ്കാരം എന്ന് പറഞ്ഞു. നമസ്കാരം രീതിയിൽ പറഞ്ഞു. ഞാൻ മിമിക്രിക്കാരനാണ്. ആണോ? മണിച്ചേരനൊക്കെ ഓ എനിക്ക് ഒരുപാട് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ രണ്ട് മിമിക്രി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പൊ പുള്ളി ഇവിടെ ആരെ കാണാമെന്ന എന്നൊറ്റ ചോദ്യം, ഞാൻ പെരേരനെ കാണാമെന്ന്. അതോടുകൂടി പുള്ളിയുടെ മുഖവനെ ആണോ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി ഒരു കോള എടുത്ത് ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നടന്നുപോയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് തന്നു, ഇങ്ങനെ റിവ്യൂസിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പുള്ളി തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കോൾ വരിക, ചേട്ടാ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഏതൊരാളെ പോലെ ഞാൻ പറഞ്ഞു പിന്നെ എന്നെ കുഴപ്പമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്ന് ഷോർട്ട് ഫിലിമില് അഭിനയിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിഷ ഐഡിക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓൾ ബ്രൈറ്റ് എന്ന് പറയുന്ന ഡയറക്ട് ചെയ്തത്. അപ്പൊ ഞാനുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിൽ തന്നെ സിന്ധു ചാലക്കുടി, മായ ഇടിക്കുക, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം നല്ല രീതിയിലായിരുന്നു. പക്ഷെ എന്തോ ഈ റിയ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അതിൽ അഭിനയിക്കാനായിട്ട് വന്നത്, നായികയായിട്ട് വന്നത്. പക്ഷെ എന്തോ അവളുടെ ഒരു പൊട്ടത്തരം കാരണം അവള് ഒരു അയ്യോഭാവം എന്ന് പറഞ്ഞ ആ പയ്യനെ പീഡിപ്പിച്ചു രീതിയിൽ വീഡിയോ എടുത്തു. അലിൻ പീഡിപ്പിച്ചു. അതൊരു അലിനല്ല. അപ്പൊ അങ്ങനെ ഇട്ടു. ഞാൻ ഈയിടെ കൊച്ചിനെ കണ്ടാറ്, ഞങ്ങള് റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് പറഞ്ഞ മോശമായി പോയി എന്ന് പറഞ്ഞു. ചേട്ടാ അന്ന് എന്തോ ഒരു ഇതിൽ പറഞ്ഞ ഫെയിമിന് വേണ്ടി ആ രീതിയിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ വർക്ക് വന്ന് ഞാനും വിളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇതിൽ പോകുമ്പോ ഒരു വർക്കിന് വിളിക്കാൻ പേടിക്കില്ലേ? അപ്പൊ നമ്മുടെ കുഴി നമ്മൾ തന്നെ വെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചു. അപ്പൊ നേരാന്ന് പറയും. ഇപ്പൊ നമ്മള് നല്ല സുഹൃത്താണ്, പെരേരയായിട്ടും ഞാനായിട്ടൊക്കെ നല്ല സുഹൃത്താണ് ആ കുട്ടി. നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഞാനും പെട്ടുപോയല്ലോ. അപ്പൊ പിന്നെ അവന്റെ കൂടെ ഒന്നും വരല് നടക്കത്തില്ല. ഇതിൽ നിന്ന് പിന്നെ ഇവനൊരു പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. ചില ഒരു മെഗാ താരത്തിന്റെ കുറച്ച് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവന്റെ കൂടെ ആരും നിൽക്കാനില്ല. ഒരു ഫോട്ടോ പോലും എടുക്കാൻ ആർക്കും ഇതില്ല. കാരണം വെച്ചാൽ ഇവന് ഏറിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇവന്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതിന്റെ പേരിലെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. നീ എന്തിനാ അവന്റെ കൂടെ നടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രാത്രിക്കും വിളിക്കാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് പോലും അറിയില്ല. ഞാൻ അവന് പറഞ്ഞു അബദ്ധവശം സംഭവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. ആൾക്കാർ കുറെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ രീതിയിൽ ചുമ്മാ ഒരു ഇത് കാണിക്കണതാണ്. അങ്ങനെ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ കൂടി നിന്ന് സപ്പോർട്ട് ചെയ്യില്ല. അല്ല എന്നാലും അഭിലാഷ് നമുക്ക് അത് ചിന്തിക്കാം. ഇപ്പൊ ഓൾറെഡി പെട്ടു എന്ന് അഭിലാഷ് പറയുന്നു. ഇനി ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത് തന്നെ ഇപ്പൊ നമ്മള് പെരേരയുടെ മാറിയെന്നിരിക്കട്ടെ. ഞാനിപ്പോ വേറെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പെരേരയുടെ കൂടെ ഉള്ളതല്ലേ എന്ന രീതിയിലേ വരുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് മാറിയെന്ന് പറഞ്ഞാൽ എന്ത് മാറിയെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ എല്ലാരും മനുഷ്യരെ തന്നെയല്ലേ, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ പെരേര ത്രൂ ആണ് അഭിലാഷ് ആട്ടായം ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇത്രയധികം കഴിവുണ്ടായിട്ടും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു
വിഷമമുണ്ട് ഉള്ളില്? തീർച്ചയായിട്ടും ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു ചാനൽ പ്രോഗ്രാമിൽ ചെന്നിട്ട്, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചെന്നിട്ട് ഞാൻ നല്ലൊരു സ്കിറ്റായിരുന്നു. അത് എല്ലാവരും ചിരിച്ചു. അപ്പൊ ആ സ്കിറ്റ് ജീവിതത്തിൽ പോരാ, ഇനിയും ഇച്ചിരിയും കൂടെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ശരിക്കും അവിടെ കരഞ്ഞാണ് ഇറങ്ങി വന്നത്. കരഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്ത് കരഞ്ഞിറങ്ങി പോകുന്നു. ആ ഡയറക്ടർ പിന്നീട് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ എന്നെ അഭിലാഷ എന്റെ കമന്റ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ചേർത്ത് വിളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിന്നു. അപ്പൊ ഞാനൊരു നിമിഷം ചിന്തിച്ചു. അന്ന് പുള്ളി മൈൻഡ് പോലില്ല, സാർ ഇങ്ങോട്ട് ഒന്ന് നോക്കാമെന്ന് വെച്ചപ്പോ ഇത് പോരാ, വേറെ ചെയ്തിട്ട് പോവാ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പുള്ളി പറഞ്ഞു. അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോ പുള്ളി ഒരു ഇതായിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ചാനലിലാണെങ്കിലും നമ്മളൊക്കെ മിമിക്രി ചെയ്യാനോ എന്തെങ്കിലും പലരും വിളിച്ചിട്ട് അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യും. അത് നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മള് കുറ്റക്കാരനാവും. നമ്മൾ പറയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിട്ട് ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു 10 മിനിറ്റെങ്കിലും അവസരം തന്നെ ഈ വന്ന് ഫേമസ് ആയ ആൾക്കാരെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യണേ എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ അവസരം. അവിടെ ഒരു സ്റ്റാർ വാലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയും ചിന്തിച്ചൂടെ? ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം, നമുക്കൊരു അവസരം കിട്ടിയാലേ 10 പേര് കണ്ടാലാണല്ലോ. ഞാൻ മിമിക്രിയും പാട്ട് പാടുന്നത് കണ്ടാലാണല്ലോ. അപ്പൊ അവസരങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് താങ്കളെ എല്ലാവരും അറിഞ്ഞത്, അലിന്റെ കൂടെയാണ്. ആ സോഷ്യൽ മീഡിയ വെച്ച് തന്നെ താങ്കളുടെ കഴിവുകളെ പുറത്ത് കാണിച്ചുകൂടെ? തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ടല്ലോ. അല്ല, ആ ഒരു മിമിക്രി അല്ലെങ്കിൽ പല രീതിയിലും ഇപ്പൊ പല ആൾക്കാരും മിമിക്രി ഫീൽഡിലോട്ട് വന്നത് ഈ സോഷ്യൽ മീഡിയ എത്ര ആൾക്കാരുണ്ട്. അതുപോലെ താങ്കൾക്ക് മഹേഷ് ആൾക്കാർ മഹേഷ് എന്നൊരു പേര് കേട്ട ആൾക്കാര് വളരെ ഇംപ്രസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അഭിലാഷിനും ആ ഒരു പേര് പോലെ ആൾക്കാർ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ചെയ്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞാനിവിടെ മണിച്ചേട്ടന്റെ ഒരു ഇത് ചെയ്തായിരുന്നു, ഒരു വോയിസ് ചെയ്തായിരുന്നു. അയാളും ഞാനും തമ്മിൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഞാൻ നോക്കിയപ്പോൾ നല്ല കമന്റുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ എൻ്റെ ഒരു വീഡിയോ കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് മണിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് വോയിസ് ഒന്നും എടുക്കാമോ? തീർച്ചയായിട്ടും. അപ്പൊ മണിച്ചേട്ടൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാട്ടുണ്ടെങ്കിലാണോ മണിച്ചേട്ടൻ്റെ എന്ന് പറഞ്ഞല്ലോ. കാരണം എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ സിനിമയിലെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന ചിത്രത്തില് ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് അഭിനയിച്ചു. അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടി. അത് വിനയൻ സാർ, അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ആ പെർഫോമൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കിട്ടിയ ആദ്യം തന്നെ നന്ദി പറയണം വിനയൻ സാറിനും, ആ സിനിമയ്ക്ക് നന്ദി പറയുകയാണ്. പിന്നെ ഈ ഒരു ശബ്ദം മണിച്ചേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അവാർഡായിട്ട് കൊണ്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് അന്ന് വലിയ കറക്റ്റ് അല്ലായിരുന്നു വസന്തി എന്നുള്ള സംഭവം എടുത്ത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ചിരങ്ങണ ശരിയാവാനുണ്ട്, അപ്പൊ നോക്കി ട്രൈ ചെയ്താൽ എനിക്കിപ്പോ ഒരു അവാർഡ് കിട്ടിയ പോലെ എനിക്ക് തോന്നുകയാണ്. ആ മണിച്ചേട്ടനെ കാണാനുള്ള ഒരു ഭാഗ്യം. ചിലർ മണിച്ചേട്ടനും കാണാൻ പറ്റിയില്ല എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ അഭിമാനിക്കാം. മണിച്ചേട്ടനെ കണ്ടല്ലോ. അപ്പൊ ഞാനൊരു 2 വരി പാട്ട് മണിച്ചേട്ടൻ ഒന്ന് മൂളാം കേട്ടോ. ഉമ്പായിക്കുച്ചാണ്ടേ പാണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാല് എന്റെ കുടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഉമ്മായി കുച്ചാണ്ട് പാണം കത്തണുമാ. ഫീല് കിട്ടിയോ? കാരണം മണിച്ചേട്ടനെ ഏത് വേദി ചെന്നൊരു മൈക്കെടുത്തിട്ട് പുള്ളി പാടുന്നൊരു സാധനമുണ്ട്. എന്താ പറയാ, ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തി. അത് വരികയെന്ന് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഉമ്മ തരാം. അപ്പൊ മണിച്ചേട്ടൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആളെ കയ്യിലെടുക്കാൻ നല്ലൊരു കഴിവുള്ളതായിരുന്നു. അപ്പൊ ഞാൻ വാസന്തി ലക്ഷ്മിയിൽ ഒരു ഇത് ചെയ്യാം. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ പമ്പ ഒന്ന് സഹകരിച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സായികുമാർ പോലെ ആക്ടറാണല്ലോ. അയ്യോ, ആ കാര്യത്തിൽ ഞാൻ പറയാണ്, ഇരിക്കുന്ന എല്ലാ കമന്റിലും അഭിനയത്തിന്റെ കാര്യത്തിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞ ഒരു പോലീസുകാരിയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് എന്റെ അമ്മോ നേരം പുകഴ്ത്തിയതല്ല കേട്ടോ. അപ്പൊ പമ്പ ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ മണിച്ചേട്ടനായിട്ട് പെർഫോമൻസ് ചെയ്യുമ്പോൾ സായികുമാറാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന സംഭവമുണ്ട്, കൊല്ലാൻ വേണ്ടി കേട്ടോ. അപ്പൊ ശരി, ആ സീനാണ് കേട്ടോ, ശരിക്കും കൊല്ലില്ല. ഓക്കെ, അപ്പം വസന്തി ലക്ഷ്മിയിൽ ആ ഒരു മരണ സീന് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യാണ്. കേട്ടോ,
മോളെ വാസന്തി എന്ത് കിടപ്പാ കിടക്കണേ? കൊച്ചാട്ട പോലെ എനിക്ക് കണ്ടിട്ടില്ലേ? എല്ലാം മീൻ കുത്തിയിടുന്ന തോന്നേ. ഇങ്ങനെയൊരു കഴുതക്കുട്ടി ഓലെ വാച്ചന്തി കല്ലൊക്കെ മീൻ കൊത്തിയിട്ടുള്ള തോന്നല്ലോ. അമ്മേ അച്ഛാ ഇവളെ കാണണ്ടേ? അല്ല ചേട്ടാ, ഇവളെ മറവ് ചെയ്യുമ്പോ തെക്കേപ്പുറത്ത് മതി. എന്താ കാര്യം എന്നറിയോ? എന്നോട് പിണങ്ങി ഒളിച്ചിരിക്കുന്ന സ്ഥല. എങ്ങനെയൊരു കഴുതക്കുട്ടിയെ ഓലെ വാച്ചന്തേ ഒച്ചനെ പോലെ എനിക്ക് കണ്ടില്ലല്ലേ? എല്ലാം മീനുകൾ കൊത്തിയെടുത്തല്ലോ. കിസേട്ടാ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നോക്കണേ. അല്ല തോമസാറ് വന്നോ? തോമസാറ് വന്നു. തോമസാറ് പാവാ എൻ്റെ വാസത്തിനെ പോസ്റ്റ് വട്ടത്തിൽ നിന്ന് വെട്ടിക്കരാണ്ട് തന്നേനി. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തോമസാറ് പാവാ. തോമസാറ് പാവാ. എന്റെ വാസത്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക. ഇട്ടില്ല ഞാൻ. അയാള് ചത്തോ? എനിക്ക് കണ്ണു വേണ്ട. ഈ നശിച്ച ലോകങ്ങള് എനിക്ക് കണ്ണു വേണ്ട. ചേട്ടാ ഞാൻ പോവാ. എല്ലാ കാര്യങ്ങള് ഹക്കിയായിട്ട് നോക്കലേ. ഓള് കരയരുത്. സംഭവം എത്ര പേര് ഇരിക്കുന്നുണ്ട്? എന്താ അഭിപ്രായം? ശരിക്കും ഫീൽ ചെയ്തില്ലേ? ശരിക്കും ഞാൻ ഇതുകൊണ്ട് എന്റെ കണ്ണിങ്ങനെ നിറയരുത്. ആ മണിച്ചേട്ടന്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു പടം, ആ ഒരു ക്യാരക്ടർ കൂടിയാണ്. എനിക്ക് മണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോ എനിക്ക് ആ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല കഴിവുള്ള വ്യക്തിയാണ് അഭിലാഷ് ആട്ടായോ. എന്തുകൊണ്ട് ആണ് എന്റെ ഒരു ചോദ്യം. എന്റെ ചോദ്യമല്ല, ഈ കാണുന്ന എല്ലാവരും ചോദ്യം. അതിനെ കുറിച്ചൊരു കാര്യം പറയാം സുഹൃത്തെ. അതായത് ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ജീവിതം മാറ്റി വെച്ച് നടക്കുന്നവരുണ്ട്. ഒരുപാട് പേര് കഥ എഴുതി ആക്ടിങ് മാത്രമല്ല പല രീതിയിൽ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു സിനിമയിലെ. അതായത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പരിപാടിയാണ്. കാശില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ സാഗർ വാരപ്പെട്ടി ഒരു മിമിക്രി അവൻ മുഖേന ഞാൻ അതിലേക്ക് എത്തി. അതിൽ തുടങ്ങിയ രസികൻ സിനിമയിൽ കയ്യെത്തുന്നവരത് വരെ ഞാൻ ചെയ്തായിരുന്നു ഫഹദ് ഫാസിലിന്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നപ്പോൾ ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്. ഞാൻ 1000 എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തായിരുന്നു മണിച്ചേട്ടനെ. ആ സമയത്ത് ഒരാള് മാറി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ പുള്ളി സിബി മലയിൽ സാറിന് കാണാൻ വേണ്ടി എൻ്റെ ഒരു കഥയുണ്ട് സാറിനെന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നത്. പക്ഷെ ആ വ്യക്തിയെ ഞാനിപ്പോൾ കണ്ടിട്ട് പോലുമില്ല. പലർക്കും നോക്കണ്ട. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ആവാൻ വേണ്ടി കൊതിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മുടെ മുഖം ഒന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസരം കിട്ടും എന്നുള്ളൊരു രജിസ്റ്റർ ആയിരിക്കുന്ന ഒരു നെഗറ്റീവ് രീതിയിലല്ലേ രജിസ്റ്റർ ആയി. അപ്പൊ അതിലൊരു കുറ്റബോധം, അല്ലെങ്കിൽ എനിക്കിത് വേണ്ടായിരുന്നു, ഞാൻ ഒന്നുകൂടിയും ആൾക്കാരെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ കണ്ട്, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ജോജു അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ലൊരു മികച്ച നടനായി മാറിയിരിക്കും. അതുപോലെ താങ്കൾക്കും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു എന്ന് പറയുന്നു. അതെല്ലാം ഫോളോ ചെയ്ത് നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്യുന്നതാണല്ലോ. അതുപോലെ ഫോളോ ചെയ്യായിരുന്നില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഞാന് ഈ മിമിക്രി കാസറ്റിലൂടെ വന്ന ഒരാളാണ്. ഓഡിയോ കാസറ്റിലൊക്കെ വരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മമ്മി സെഞ്ചറിക്ക പ്രൊഡ്യൂസ് ചെയ്ത സെഞ്ചറി വിഷന്റെ ഓണവും മാവേലിയും പിന്നെ നമ്മളും എന്ന കാസറ്റില് മനോജ് ഗിന്നസ്, പാഷാണ ഷാജി, രാജേഷ് പറവൂർ, അങ്ങനത്തെ ആ ഒരു കാലഘട്ടം ഏറ്റവും ടോപ്പാണ്. പിന്നെ മനോജ് ഗിന്നസ് ചേട്ടൻ എനിക്ക് ഒരുപാട് ഓഡിയോ കാസറ്റിലൂടെയൊക്കെ എനിക്ക് വീഡിയോ കാസറ്റിലൂടെ അവസരം തന്നിട്ടുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ അടിച്ച് പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞ് ആരാ മോനെ അല്ലെങ്കിൽ ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇതില് ഈ പിഷാരടി ഞാൻ ആ ഓഡിയോ കാസറ്റില് ഞാനൊരു കുട്ടിയുടെ സൗണ്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാറിന്റെ സൗണ്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോക്കും ഇതൊക്കെ അന്ന് തുടങ്ങിയ സൗഹൃദം പുള്ളി ഇന്നും ഉണ്ട്. പക്ഷെ പുള്ളി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം പുള്ളി പറഞ്ഞു,
എനിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി ബസ്സിന്റെ 2 സൈഡിലും. അഭിലാഷ് ആട്ടയം, സുമേഷ് ഗുഡ്ലക്ക് മിമിക്രി. സുമേഷ് ഗുഡ്ലക്ക് എന്ന് പറഞ്ഞ കോമഡി ഉത്സവത്തിലുണ്ട്. എന്റെ കൂടെ തന്നെ ഗുഡ് ലക്ക് വിഷൻ എന്ന് പറഞ്ഞ ഞങ്ങളൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ പേര് തന്നെ ഗുഡ് ലക്ക് വിഷൻ എന്ന് ഇട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റിക്കർ എല്ലായിടത്തും ഉണ്ട്. കൈ കഴുകുന്ന സ്ഥലത്തുണ്ട്, ഹോട്ടലിലുണ്ട്, ബാത്റൂമിൽ വരെയുണ്ട്. അടിപൊളി. അല്ലല്ല ബാത്റൂമിൽ സാധാരണ നമ്മള് നമ്പേഴ്സ് ആണ്. അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ 10 മിനിറ്റ് നോക്കണ ബാത്റൂമിൽ ആണല്ലോ. ഒരാള് മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ കാണുന്നത് എവിടെയാണ്? ബാത്റൂമിൽ. അപ്പൊ എന്റെ ബുദ്ധിയല്ലേ അത്. അപ്പൊ ഞാൻ എല്ലായിടത്തും ഒട്ടിക്കും. അപ്പൊ ഈ അഭിലാഷ് ആട്ടെ ഇന്നാണെങ്കിൽ തെറിയുടെ പൂരായിരിക്കും. അന്ന് ഒട്ടിക്കുമ്പോ പറയുമ്പോ ഈ ഊര്യാണെങ്കിൽ വേറെ പേര് വന്നേനെ. ഈ ഊര്യാക്കോയിന് ഇട്ടിട്ട് ആൾക്കാർ വിളിക്കും. ചേട്ടാ ഒരു ഉദ്ഘാടനം ഉണ്ട്, എവിടെയാ? ഞങ്ങളിവിടെ ഒരു ബാത്റൂം പോകുന്നുണ്ട്, അതിന്റെ ഉദ്ഘാടനത്തിൽ വരാനുണ്ട്. അങ്ങനെ കളിയാക്കിയവരുണ്ട്. ചിലവര് ക്ഷേത്രങ്ങളിലേക്ക് പരിപാടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ. അപ്പൊ ഇത് പിഷാരടിച്ചേട്ടൻ കണ്ടിട്ടുണ്ട്. 2 സ്ഥലം സ്റ്റിക്കർ. അപ്പൊ ഒരു പരിപാടിയിൽ പുള്ളി കോട്ടയനസരൊക്കെ കയറിക്കണ വേദിയിൽ പറയാണ്, അഭിലാഷോടെ ഞാൻ പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറയണെന്ന് ഞാൻ അതുവരെ ചിന്തിച്ചില്ല. പുള്ളി പറയാണ്, മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയ്ക്ക് ബസ് കയറുമ്പോൾ 2 സൈഡിലും പരസ്യം, അഭിലാഷ് ആട്ടായ സുമേഷ് ഗുഡ് ലക്ക് പ്രോഗ്രാമിന് സമീപിക്കുക. ഗുഡ് ലക്ക്. അതെനിക്ക് കിട്ടിയൊരു അഭിമാനമായ ഒരു നിമിഷമാണ് നമ്മൾ ചെയ്തതിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ കയറി ആ കാലഘട്ടത്തിൽ കുറെ ചെയ്തെങ്കിലും പക്ഷെ ഇവരോടൊന്നും നമുക്ക് ചാൻസ് ചോദിക്കാനൊന്നുമില്ല. നമ്മുടെ ഇതൊക്കെ അറിയാം. നമുക്ക് ഇവരിപ്പോ ഒരു ടോപ്പിലെത്തിയല്ലോ. അവസ്ഥ ഇപ്പൊ നമ്മൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു നിമിത്തമാണ്. മറന്നുപോയോ അവര്? മറന്നു പോയിട്ടില്ല. കാരണം ഇന്നാള് കണ്ട് കഴിഞ്ഞപ്പോ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞ് തോളെ തട്ടിട്ട് പോയി. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചില രീതിയിൽ നിമിത്തങ്ങൾ 1-2 സിനിമ അതുകൊണ്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ പ്ലാൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തു, ഗുലാന്റെ തട്ടുകട സിനിമ ചെയ്തു. പിന്നെ ഇനിയും കയറി വന്നെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കാര്യം പറയാം, എനിക്ക് നല്ലൊരു വേഷം കിട്ടി. ഞാൻ ഈ കോമഡി തരുന്നത് ഒരു സിനിമയിലും നല്ല ക്യാരക്ടർ ഏതെങ്കിലും ഒരു സംവിധായകൻ വിളിച്ച് എനിക്ക് തരുവാണ് ഞാൻ ഈ പരിപാടി. എനിക്കതാണ് പറയാനുള്ളത്. ഇത്രയും നല്ല ബോൺ ആർട്ടിസ്റ്റ് ആണ്. അത് നല്ല രീതിയിൽ നോർമലായിട്ട് തുടങ്ങി സെന്റിമെന്റ്, രൗദ്രം, നിഷ്കളങ്കം എല്ലാ ഭാവങ്ങളും മുഖത്ത് മിന്നിമായെന്ന് ഞാൻ കണ്ടു, പമ്പയും കണ്ടു. അപ്പൊ നല്ലൊരു ഡയറക്ടർ, നല്ലൊരു സ്റ്റോറി റൈറ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാനാണ് ഞാനും സജസ്റ്റ് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം പോലെ നടക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഒരുപാട് നേരം അഭിലാഷം തുടങ്ങി കഴിഞ്ഞാല് നിർത്തില്ല. അപ്പൊ കുറച്ച് നേരം തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടർ പമ്പ, ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് ഇപ്പൊ അഭിലാഷ് പറഞ്ഞു, അലിൻ ജോസിനെ നേരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാള് വെറുതെ തമാശക്ക് ഫെയിമിന് വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഒരു ബസ് യാത്രയില് ദീപക് എന്ന് പറഞ്ഞ ആള് ചെയ്യാത്ത പേരില് വൈറലാവാൻ വേണ്ടി ഒരാൾ നോക്കിയതിന്റെ പേരില് ജീവൻ വെടിഞ്ഞു, ആത്മഹത്യ ചെയ്തു. ഇത് നമ്മുടെ പുരുഷന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോ ബസ്സിൽ യാത്ര ചെയ്യാൻ മാത്രമല്ല, റോഡിൽ നടക്കുമ്പോൾ പോലും പേടിച്ചു വേണം, നമ്മൾ പുരുഷന്മാരെ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. അപ്പൊ ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാൻ ഡോക്ടർ പമ്പ, താങ്കൾ ഒരു ഡോക്ടർ കൂടിയാണല്ലോ, എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ പെർട്ടിക്കുലർ വിഷയത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്ത് ഇങ്ങനത്തെ വിഷയങ്ങളെപ്പറ്റി ഇടുമ്പോൾ അവിടെ പിന്നെ നടക്കുന്നത് ചാനൽ ചർച്ച, മാധ്യമ വിചാരണ, പിന്നെ നാട്ടുകാരുടെ വിചാരണ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഡ്രിവൺ ബൈ ഇമോഷനാണ്. ഇവിടെ ഇമോഷനാണ് നോക്കുന്നത്, റിയാലിറ്റി അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ തെളിവുകൾ നിരത്തി വെച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് അവിടെ അല്ല സംഭവിക്കുന്നത്. അവിടെ ഒരു ഇമോഷണൽ റിയാക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാളിടുമ്പോൾ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അത്രേ ഉള്ളൂ നമ്മുടെ. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഒരു കമന്റ് ഇടും, ദെൻ അതിനെ പിടിച്ച് വേറൊരാളിടും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാരും പല സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക ലൈഫിന്റെ. സോ മേ ബി ദിസ് പേഴ്സൺ ആള് അങ്ങനെ ഒരു ഇന്നസെന്റ് ആയ മനുഷ്യനായിരുന്നിരിക്കാം, ഓർ മേ ബി ഹി വാസ് ഗോയിങ് ത്രൂ സംതിങ് എൽസ്. അങ്ങനെ ഒരുപാട് ലൈഫിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. എല്ലാവർക്കും ഒരുപോലെ സഹനശക്തി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില ആൾക്കാർ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ യഥാർത്ഥ ഒരു വഴിയുണ്ട് നമുക്കിവിടെ. അപ്പം അതിൻ്റെയും 2 വശമുണ്ട്. സോ നമ്മൾ ഒരു പെണ്ണെന്ന നിലയിൽ വി ആർ ഓൾസോ വരീഡ്. അതായത് നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നേരിടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇനി വീഡിയോ എടുത്ത് ഇട്ടാലും കംപ്ലൈന്റ് ആയി പോയാലും അവരെ സീരിയസ് ആയിട്ട് ചിലപ്പോൾ എടുത്തുകൊള്ളണമെന്നില്ല. അതൊരു കാര്യം. നഷ്ടപ്പെട്ട ലൈഫ് ഒരു നഷ്ടം തന്നെയാണ് അവരുടെ ഫാമിലിക്കും, പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും. ആൻഡ് അതൊരു പ്രശ്നം.
പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇപ്പൊ നമ്മൾ പോലീസ് ആണെങ്കിലും കോടതി ആണെങ്കിലും ഇറ്റ് ടേക്സ് എ വെരി ലോങ് ടൈം. അപ്പോൾ ആ നിയമവ്യവസ്ഥയും കൂടി കുറച്ച് ചേഞ്ച് ആവണം. കുറച്ചല്ല വല്ലാണ്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ എടുത്തിരുന്ന 2 ലക്ഷം ഉണ്ടാവാം. ഒന്നെങ്കിൽ ഫെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് യഥാർത്ഥ മാർഗത്തിൽ ഒരു ഉറച്ച വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, ആസ് എ ഡോക്ടർ ഐ ഗോട്ട് എ ബെസ്റ്റ് ആൻസർ. ഡോക്ടർ എന്ന രീതിയിലാണ് സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. താങ്കൾ അതിന് നല്ലൊരു ഉത്തരം പറഞ്ഞു. പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് നടന്നെങ്കിൽ, ഇപ്പൊ ഈ ദീപക് എന്ന് പറഞ്ഞ പുള്ളി സൂയിസൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടർ പോലും തോരാതെ ചാട്ടുളി പോലെ പല മറുപടികളും പല രീതിയിൽ സംസാരിച്ചു. ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ആലോചിക്കാം, ആളെ തേച്ചൊട്ടിച്ചാണ്. ആളെത്ര മോശക്കാരനാണ്, കാമപ്രാന്ത് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേ ന്യൂസ് റിപ്പോർട്ടറും നമ്മളും ഓരോരുത്തരും അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞാണ്. അതാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും നമ്മളത് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫേക്ക് വീഡിയോ വരുന്നതുകൊണ്ട് ഇനി യഥാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു ബസ്സിൽ നടന്നു കഴിഞ്ഞാൽ ആളുകൾ മൈൻഡ് ചെയ്യില്ല. ഒരു സ്ത്രീക്ക് ഇനിയിപ്പോ യഥാർത്ഥമായിട്ട് സംഭവിച്ചെന്നിരിക്കട്ടെ, പറയാൻ പറ്റില്ല, പല ടൈപ്പുള്ള ആൾക്കാരാണല്ലോ സ്ത്രീകൾക്ക് എന്നും ഉണ്ടാവും. അപ്പൊ അതൊരു യഥാർത്ഥ വീഡിയോ എടുത്ത് ഒരാൾ ഇട്ടാലും ഇനി ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് അതെന്താന്നറിയോ, ഒരു അതെല്ലാം നമ്മുടെ ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ലോസ് ഉണ്ട്, പക്ഷെ അത് നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അനാവശ്യമായിട്ട് കുറച്ച് നിയമവശങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ് പമ്പിക്ക് പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോൾ സ്ത്രീ നമ്മൾ ഏത് റിസർവേഷൻസ് അല്ലെങ്കിൽ എന്താണെങ്കിലും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ജെൻഡറിനായിരിക്കുമല്ലോ നമ്മൾ റിസർവേഷൻസ് കൊടുക്കുന്നത്. സോ അത് ഇപ്പോൾ സൂസൈഡ്, ഒരു ആൺ മൂലം സൂസൈഡ് ചെയ്യുന്ന സ്ത്രീയുടെ കണക്കെടുക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ മൂലം സൂസൈഡ് ചെയ്യുന്ന പുരുഷന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി സ്ത്രീകളുടെ കണക്കാണ് കൂടുതൽ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് മെജോറിറ്റി, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിലാണോ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, മാറി വരുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ നിയമങ്ങൾ ഓവർ സ്മാർട്ട് ആയിട്ടുള്ള കുറച്ച് ലേഡീസ് ആണ് അതിനെ, അലുമിനിയുടെ കേസസ് ആണെങ്കിലും അതൊന്നും ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അഡ്വാൻറ്റേജ് എടുക്കുന്നത് കുറച്ച് ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഗൂഢമായ ലക്ഷ്യങ്ങളുള്ള കുറച്ച് സ്ത്രീകളാണ്. ഫെയിം ആയിരിക്കാം, പൈസക്ക് വേണ്ടിയിട്ടായിരിക്കാം, മേ ബി ദർ ആർ അതർ അജൻഡാസ് ഓൾസോ. വേറൊരാളെ ഇഷ്ടമായിരിക്കാം. സോ അതും ഒരു അജണ്ടയാണല്ലോ. അതാണ് നമ്മൾ റീസെന്റ് അതും ന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ച് സ്നേഹിക്കാനും അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നതാണ്? എനി സജഷൻ, ഒരു ഡോക്ടർ എന്ന രീതിക്കാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എനി സജഷൻ ഫ്രം യുവർ സൈഡ്? ഐ തിങ്ക് ഇതെല്ലാം എല്ലാ കാലത്തും നടന്നു വന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബദ്ധൻ ഇപ്പൊ എല്ലാം അറിയുന്നു. ഇപ്പൊ കുറച്ച് ടെക്നോളജി മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറണം, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ മാറണം, ചിന്താഗതികളും മാറണം. അപ്പോൾ മാറ്റത്തെ നമ്മൾ സ്വീകരിക്കണമല്ലോ. ആൻഡ് ഇപ്പം നമ്മൾ ദുബായിലൊക്കെ വേറൊരാളുടെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ പണിഷബിൾ ഓഫൻസ്. അപ്പോൾ ഇവിടെയും നിയമങ്ങൾ കുറച്ചുകൂടെ മാറ്റിയാൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ പ്രൈമറി തിങ്. അതിന്റെ റൂട്ട് കോസിലേക്ക് ചെല്ലണം. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ആർക്കും മാധ്യമ സ്വാതന്ത്ര്യം പോലെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിലതല്ല, നമ്മുടെ നാട്ടിലെ ഓപ്പോസിറ്റ് ആണ്. കുളിമുറിയിൽ ചെന്ന് മരണം നടന്ന വീട്ടിൽ പോലും അവരുടെ മെന്റാലിറ്റി പോലും നോക്കാന്നാണ് ഹൈ. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഈ ന്യൂസ് ചാനൽസ് പോലും മൈക്കും കൊണ്ട് നീണ്ടി ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വുഡന്റ് ബ്ലെയിം ദം ഓൾസോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് എത്രയും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഗോയിങ് അബ്രോഡ് ആൻഡ് വർക്കിംഗ്. എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യണം, അവരുടെ സ്വന്തമായിട്ടുള്ള നാട്ടിൽ നിൽക്കണം, സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ വി ആർ ഫോഴ്സ്ഡ് ടു ഗോ അബ്രോഡ്. ഞാനും ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലല്ല, ബാംഗ്ലൂരാണ്. സോ അതെനിക്ക് തൊഴിലില്ലായ്മ കൊണ്ടല്ല, other reasons. പക്ഷേ അതർ റീസൺ ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ചത് ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ആണ് എൻ്റെ ഹസ്ബൻഡ്. പേരെന്താ? റോഷൻ ഛത്രി. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ കമന്റ് സെക്ഷനിലാണെങ്കിൽ തന്നെ ബംഗാളി എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ്. സോ അങ്ങനെ നമ്മളിപ്പോൾ ഒരു 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും
വി ആർ ഫേസിങ് സച്ച് തിങ്സ്. Yeah. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോയത്. Okay. സോ വി ആർ സെറ്റിൽഡ് കുറേ നാളായിട്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നാട്ടിൽ എവിടെയാണ് ആക്ച്വലി? തൃപ്പൂണിത്തുറയിൽ. കൊച്ചി തന്നെയാണ്. ഓക്കെ. ഹസ്ബൻഡ് ഒരു നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇറ്റ് സീംഡ് സേഫർ. ഓക്കെ. ബാംഗ്ലൂർ ഈസ് എ വെൽ വേറൊരു കൾച്ചറാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ കൊച്ചി ഇപ്പൊ അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചി ഡെഫിനറ്റ്ലി ഒരുപാട് ഫാർ ബെറ്റർ. കൊച്ചി വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരും കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വുഡന്റ് മാറ്റർ നമ്മൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്ന്. എല്ലാം ഫോണിലാണ്. എവ്രിബഡി നോസ് എവ്രി വൺ, ബട്ട് നോബഡി ഈസ് നിയർ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചെറിയൊരു കാര്യം, മരണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. പെരേര എല്ലാ മരണ വീട്ടിലും പോകാറുണ്ട്, ഞാൻ പോകാറില്ല. പക്ഷെ ഈയിടെ പമ്പയും പെരേരകളോടി ലാലേട്ടൻ്റെ അമ്മ മരിച്ചെടുത്ത് പോയി. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അനുമോള് നോക്കിയിട്ട് ഒരു പുച്ഛിച്ചുള്ള ഒരു ചിരി വന്നു. അപ്പൊ അത് എങ്ങനെയാന്നുള്ള സത്യം പറയാതെ മീഡിയസ് എല്ലാം കൂടി ഇവര് ശ്രദ്ധിച്ചിട്ടുള്ള, ഇവര് നേരെ നോക്കിയത് പോരെ കണ്ടിട്ട് പോലില്ല അല്ലെ ആ സംഭവം. അപ്പൊ അത് കുറെ ഇത് വരുന്നുണ്ട്, കമന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പമ്പ ചോദിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയാം. പമ്പ എന്താണ് സിറ്റുവേഷൻ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുള്ളൂ. പറയൂ, എന്താണ് പറയാൻ പറ്റാത്തവരെ പറയൂല. നമുക്കിവിടെ എന്തും തുറന്നു പറയും. അത് ആക്ച്വലി നമ്മൾ ഒരു മീഡിയക്കാരെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുന്നുണ്ടെന്ന്. ബിക്കോസ് അത് നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ എം എ ബിഗസ്റ്റ് ലാലേട്ടൻ ഫാൻ. പക്ഷെ അത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, എല്ലാ മീഡിയ അവിടെ ഉണ്ടാവുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അല്ല, അതായത് നമ്മളായിട്ട് മീൻ ടു സേ നമ്മളായിട്ട് അനുവിന്റെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, കണ്ടു, തിരിച്ചു പോന്നു. ആൻഡ് ദെൻ ലേറ്റർ ആണ് പിന്നെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഫീഡിൽ വരുമല്ലോ വൈറലാകുമ്പോഴത്തേക്കും. അപ്പോൾ അനു കളിയാക്കി ചിരിക്കുന്ന ഒരു ഫ്രണ്ടുമായിട്ട് കളിയാക്കി ചിരിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഷീ വാസ് ലാഫിങ് അറ്റ് അസ്. അത് പല പല ആംഗിളിൽ നിന്ന് പല ആൾക്കാരും എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു കളിയാക്കി ചിരിയായിരുന്നുള്ളത് ഓബ്വിയസ് ആണ്. അത് ഇനി പറയാൻ എനിക്ക് മടിയില്ല. പിന്നെ അനുവിൻ്റെ റിയാക്ഷനും ഉണ്ടായിരുന്നു. എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കും, കരയാൻ തോന്നിയാൽ കരയും എന്നൊക്കെ ഉള്ളൊരു CV. നമ്മൾ ഒരാളെ ഏത് പൊസിഷനിൽ നിന്നാണ് കളിയാക്കി ചിരിക്കുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഇറ്റ് ഡസൻ എഫക്ട് നമ്മളെ അല്ല എഫക്ട് ചെയ്യുന്ന കൂടുതൽ, ഇറ്റ് എഫക്ട്സ് ഹർ മോർ. അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രീനിയേട്ടൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് ചിരിച്ചു. അത് ഞാൻ അലിനോട് ചോദിച്ചപ്പോൾ പേഴ്സണലി ചോദിച്ചപ്പോൾ പറഞ്ഞത് വിനീതേട്ടൻ്റെ തമാശയുള്ള ഭാഗങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഒരു മരണ വീട്ടിലായിരിക്കും തമാശയുള്ളതായിട്ട് ഓർക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിനെ പറ്റി പമ്പ അന്ന് ഉണ്ടായിരുന്നില്ല. ആസ് എ ഡോക്ടർ, യു ആർ സൈക്കിയാട്രിസ്റ്റ്, അഗെയിൻ ആ പോയിന്റിലോട്ട് എത്തുന്നത്. വാട്ട് യു വാണ്ട് ടു സേ അബൌട്ട് ഇറ്റ്? എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ പുള്ളിയുടെ എക്സ്പ്ലനേഷൻ, ഐ ഡോണ്ട് നോ വൈ ഹി ഗേവ് സച്ച് എൻ എക്സ്പ്ലനേഷൻ. എനിക്ക് തോന്നുന്നില്ല അതൊരു റിയൽ എക്സ്പ്ലനേഷൻ ആണെന്ന്. ഞാൻ അലനിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അലൻ്റെ ഇമോഷണൽ റിയാക്ഷൻസ് അലൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അലൻ്റെ മുഖത്ത് വരുന്നത്. അതായത് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ശ്രീനേട്ടൻ മരിച്ചു, ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതല്ല അവിടെ ഉദ്ദേശിച്ചത്. ഹി സാഡ്, ദാറ്റ്സ് വൈ ഹി വെന്റ്. പക്ഷെ അതല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഞാൻ പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അതൊരു ഡിസോർഡർ ആണോ, സംതിങ് മെന്റലി? ഇറ്റ്സ് നോട്ട് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള തൽവാർ കൊലക്കേസ് അറിയോ? വേറെ 13-year-old അവിടുത്തെ അവരുടെ ഫാദറിന്റെ മദറിനെ, എസ്പെഷ്യലി മദർ കരയുന്നില്ല, ചിരിച്ചിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വെരി നോർമലി കാഷ്വലി സംസാരിക്കുന്നു. ഷീ ഈസ് നോട്ട് ക്രൈങ്. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നില്ല. മോള് മരിച്ചിട്ട് 13-year-old മരിച്ചിട്ടും അവരെന്താ അങ്ങനത്തെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വിചാരണ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 5 വർഷം ജയിലിൽ കടക്കുകയും ചെയ്തു. ലേറ്റർ കോടതി മാപ്പ് പറഞ്ഞ് അവരെ വിട്ടയക്കുകയും ചെയ്തു. സോ ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. That may not be their actual emotion. അവര് ഡെന്റിസ്റ്റ് കപ്പിൾ ആണ്, നോർമൽ ഇന്റലിജന്റ് പീപ്പിൾ ആണ്. അതുകൊണ്ട് അതൊരു ഡിസോർഡർ ആവണമെന്നൊന്നുമില്ല. I'm just quoting an example. Alin Jose Pereira very intelligent person എന്നാണോ പറയുന്നത്? He is of normal intelligence. നമ്മളെയൊക്കെ പോലെ തന്നെ. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ അഭിലാഷിലേക്ക് എത്താണ്, അഭിലാഷ് എപ്പോഴെങ്കിലും അലിന് ഒരു പിരി ലൂസാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഈ തരം പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്ന
എൻ്റെ അടുത്ത് പല ആൾക്കാർ ചോദിച്ചു ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ശരിക്കും അവൻ പൊട്ടനാണോ, നിനക്ക് എന്താ തോന്നി? ഒരുപാട് പേര് ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ ആസ് താങ്കളാണ് ഏറ്റവും കൂടുതൽ അലിന്റെ കൂടെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവന് പൊട്ടനായിട്ട് എനിക്ക് തോന്നല്ല. ഇല്ല, കാരണം നല്ല ബുദ്ധിയുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണേക്കാളും കൂടുതൽ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, പല പല ഐഡിയ ആണ്. ഇപ്പൊ പുതിയ ഒരു ഞാൻ പോലും ചിന്തിച്ചില്ല പുള്ളി ഇപ്പൊ കാരവാൻ എടുത്തിട്ട് പുതിയ കണ്ടന്റ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിയുള്ള ആൾക്ക് അത് പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പുള്ളിയുടെ ആ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പുള്ളിയുടെ കുറെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി കാണിക്കുന്നു, അതൊരു ഫെയിമിന് വേണ്ടി കാണിക്കുന്നു. അല്ലാണ്ട് പുള്ളിക്ക് ഒരു ബുദ്ധിയില്ലാത്ത രീതിയിലൊന്നും. പിന്നെ അറിയാലോ പലരും പല പോസ്റ്റുകൾ ഇട്ടൊരു സംഭവം അറിയാമോ? അപ്പൊ അത് ഇപ്പൊ മേഡം കണ്ടായിരിക്കുമല്ലോ ആ പോസ്റ്റ്, നമ്മുടെ അതിന്റെ ഓട്ടിസം എന്നുള്ള സംഭവം, ഓട്ടിസം ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഓട്ടിസം വായിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവൻ എന്ന് പറയുമ്പോ സമൂഹത്തിൽ ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യാം. ഓട്ടിസം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ട്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ, ഇവനെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്തതിന് ഒരു ഓട്ടിസം ബാധിച്ച ഒരാളായിട്ട് തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ഒന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? താങ്കൾ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോഴും ക്ലിനിക്കലി എവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ അലിൻ ജോസ് പെരേരയ്ക്ക് എന്തെങ്കിലും ഡു യു ഫീൽ സംതിങ്? ആക്ച്വലി ഇപ്പം ഒത്തിരി പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓട്ടിസം ഇസ് ഈക്വൽ ടു സബ് ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കുറവുള്ള മന്ദബുദ്ധി, സ്റ്റൂപ്പിഡ്, ഇഡിയറ്റ് എന്നൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പം അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല. ഓട്ടിസം എന്ന് പറയുന്നത് അത് ഇൻ്റലിജൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. അപ്പോൾ ഇനി അലൻ ഓട്ടിസ്റ്റിക് ആണോ എന്നുള്ളത് ടെസ്റ്റുകൾ നടത്തി റിയൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തിയിട്ട് നമുക്ക് മാത്രം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ എനി കൈൻഡ് ഓഫ് സിംപ്റ്റംസ്, ഹി ഹാസ് ഗോട്ട് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ട്, കോർഡിനേഷൻ പ്രോബ്ലംസ് ഉണ്ട്, സോഷ്യൽ ആങ്സൈറ്റി. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്, ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ വരിയെന്ന് പോകാനൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആണല്ലോ. അഭിലാഷ് പറയുന്നത് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ എന്ന് പറയുന്നു. ഞാൻ പറയുമ്പോൾ ചിലവർ തെറി പറയായിരിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ശുദ്ധനാണ് ആള്. കാരണം മനസ്സിൽ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല, അനുവിന്റെ കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ ഇവനോട് ഒരു വീഡിയോയിൽ ഇങ്ങനെ പ്രതികരിച്ചായിരുന്നു, എന്നെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് അവരവിടെ നിന്നപ്പോൾ ഓടി ചെന്നൊരു ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ ചോദിച്ചത്. ഷൂട്ടിലായിരുന്നു. ഇപ്പൊ ടൈമൊന്നുമില്ല ആ രീതിയിൽ. അപ്പൊ മീഡിയക്കാരൊക്കെ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തു, പുള്ളിനെ കളിയാക്കിയ രീതിയിൽ. അദ്ദേഹം ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവിടെ ഇടി പിടിച്ച കഥ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ പറയട്ടോ, അത് സത്യാസാർക്കും അറിയില്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടും ഞാൻ ഞെട്ടിപ്പോയത് അനുവിനെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിൽ ഇവൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റേ ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്തു, അനീഷ് ഭായിക്ക്. പറഞ്ഞു, ചേട്ടാ എനിക്ക് അനു ജയിക്കണതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ മനസ്സിലൊന്നുമില്ല, മനസ്സിലായില്ലേ, അതൊന്നും ഇവരറിയുന്നില്ല. അതാണ്. പിന്നെ ഫുഡ് കഴിച്ചതിനെ ഇപ്പൊ മാഷ് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നമ്മുടെ ഒരു സുഹൃത്തായിട്ട് അവിടെ പോയി. താങ്കൾ ഉണ്ടായിരുന്നു അതിന്റെ ഒപ്പം? ഏതാ അലിന്റെ കൂടെ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറന്റിൽ ഇടി കിട്ടിയ സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നോ? അല്ല, അത് ഫുഡിന്റെ അല്ലേ അത്? അല്ല, റീസെന്റ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ചോദിച്ചു. അതെ, അത് ഞാനില്ലായിരുന്നു. അത് അവനെങ്ങനെയാന്ന് വെച്ചാൽ വെളിയിൽ ഇറങ്ങിയ ഒരു ഭയമാണ്. എല്ലാരും കുറെ പേര് ഓടി വരുമ്പോ ഫോട്ടോ എടുക്കാൻ വന്നാലും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി മാറി കിടക്കും. സമയമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകും. പുള്ളിക്ക് ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ ഞാൻ പറയണ, നീ ഒറ്റയ്ക്കാണെന്ന് എന്താണ്, ആരാണ് പിടിച്ചു ചെയ്യുന്നത്, നിനക്ക് നടക്കാൻ പാടില്ലെന്ന് നോക്കി. അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോ കുറച്ച് പയ്യന്മാരെന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കേസ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ, പറഞ്ഞ മറുപടി കുറച്ച് പോയി, അങ്ങനെ എന്തോ പറഞ്ഞു പറഞ്ഞു. സമയമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇറങ്ങിയപ്പോ എന്താ ഒരു വീഡിയോ പിടിച്ചു എന്നാ പറഞ്ഞു. ആ വീഡിയോ അടിച്ചപ്പോ വീഡിയോ ഡിലേറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. പുള്ളി പെട്ടെന്നൊരു റൈസിങ് മൈൻഡ് അങ്ങനെ എന്തോ സംഭവത്താണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, കൂടെ വന്ന 2 പേരുണ്ടായിരുന്നു പുള്ളിയുടെ സുഹൃത്തുക്കൾ. അലിന്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായത്. പക്ഷെ അവരൊന്നും ഇടി കിട്ടുന്ന സമയത്ത് ആരും ഇടപെട്ടില്ല, ഒറ്റയ്ക്ക് ഇടി കൊള്ളായിരുന്നു എന്നാണ്. അതല്ലേ. താങ്കളുണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ അഭിലാഷ് ഒരു കൂട്ടുകാരനാണെന്ന് പറയുന്നു, അഭിലാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടപെട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ലുലുമാളുടെ അപ്പുറം ഇതില്ലേ, മെട്രോ സ്റ്റേഷന്റെ ഭാഗത്ത് വെച്ച് ഇവന് വീഡിയോ ഒരു ചാനലുകാരൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ കുറച്ച് പയ്യന്മാരെ അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു മോശമായിട്ട്. അപ്പൊ ഇവന് പെട്ടെന്ന് മെന്റലി പ്രശ്നം പോലും ഭയങ്കര ഒരു ഇതായി വയലന്റ് ആവുന്ന കേട്ട് കഴിയുമ്പോ ഒരു ഇത് കളിയാക്കണാകുമ്പോ ഇവന് ആരെങ്കിലും ചിരിക്കുകയൊക്കെ ആണെങ്കിൽ പുള്ളി പ്രതികരിക്കും. എന്തിനാ ചിരിക്കണേ,
ആര് തുണിയിലാണ് നിൽക്കണ്ടോന്നൊക്കെ ചോദിച്ചു. അത് തന്നെയാണ് പമ്പയും ഒരു ക്രിക്കറ്റ് മാച്ച്, അതായത് എന്തോ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലിൻ ബാറ്റ് എടുത്ത് പമ്പ അവിടെ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതാണ് പമ്പ എടുത്ത് ചോദിക്കുന്നത്. അലിൻ എപ്പോഴും ഭയങ്കര അഗ്രഷനാണ്. അതായത് ആൾക്കാർ എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ്, അലിന്റെ നേച്ചർ അല്ലെങ്കിൽ അലിന്റെ പെരുമാറ്റം അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ ഓഡിയൻസ് കളിയാക്കുമ്പോൾ ദേഷ്യപ്പെടാനുള്ളതാണോ, അത് എന്തെങ്കിലും ഒരു ഡിസോർഡർ ആണോ? അപ്പോൾ അതൊരു ഭയം കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ദേഷ്യം വരുന്നു, ഒരു അഡ്രിനാലിൻ റഷ്, അതിന് 2 റെസ്പോൺസ് ആണല്ലോ. ഒന്നെങ്കിൽ വി റൺ അല്ലെങ്കിൽ വി റിയാക്ട്. അതാണ് തെറി വിളിച്ച് ബാറ്റൊക്കെ വീശുന്നത്. അപ്പൊ പാമ്പ് നമ്മൾ കൊത്തുന്നത് എന്തിനാ? ബിക്കോസ് ഇറ്റ്സ് സ്കെയർഡ് ഓഫ് us. അല്ലാതെ നമ്മൾ കൊല്ലാനൊന്നും അത് ഉദ്ദേശിച്ചിട്ടില്ല. സോ പുള്ളി പേടിച്ചിട്ടാണ് ആക്ച്വലി. അപ്പൊ ഒത്തിരി അന്ന് അവിടെ ഒത്തിരി മോബ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് അത് പെട്ടെന്നാണ് ഒരു കൂട്ടമായിട്ട് ആളുകൾ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് അതൊരു വയലന്റ് റിയാക്ഷനിലേക്കൊക്കെ പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒറ്റയ്ക്ക് ഒരാൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അലിൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നാണ് പറയുന്നത്. അണ്ണനത് കേൾക്കണ്ടോ? ആറാട്ടണൻ ആണ് ശരിക്കും ആദ്യം വന്നത്. ശരിക്കും ആറാട്ടണനായിരുന്നു. ആറാടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആള് അങ്ങോട്ട് കയറി. പക്ഷെ അലിനും എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്? ഏതാ ഇങ്ങനെ ഒരു വൈറൽ ആവാനായിട്ടുള്ള ഒരു ഐഡിയ വേണമല്ലോ. വൈറലാവാനും പുള്ളി തന്നെ തെരഞ്ഞെടുത്തൊരു കാര്യമാണ്. പുള്ളി ഉറക്ക പ്രസംഗാണൻ എന്നാ പറഞ്ഞാൽ പുള്ളിനെ അറിയപ്പെട്ടിട്ടുണ്ട്. പുള്ളി കുറേ നേരം സംസാരിക്കും ഇങ്ങനെ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ. അന്നേരം ഈ വിക്കല് പോലെ വരും. അന്നേരം അത് എന്ന് പറഞ്ഞാൽ അത് അല്ലേ എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇതില് പോലീസിന്റെ സാധനം ഓർമ്മയുണ്ടോ മുഖം എന്നുള്ള ഡയലോഗ്സ് പറഞ്ഞാൽ പുള്ളി പകുതി അത് തന്നെ അങ്ങനെ ഒരിതുണ്ട്. അപ്പൊ പ്രസംഗാണൻ എന്ന് പറഞ്ഞാണെന്ന് പുള്ളി ആറാടനും പുള്ളിയാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കണ്ട് ശരിക്കും ചിരിച്ചോണ്ടിരുന്ന വ്യക്തിയാണ്. ചില വീഡിയോസ് ഈ ആറാട്ടന്റെ പേരെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നോക്കും കമന്റിലേക്ക് നോക്കുമ്പോൾ പച്ചത്തേറി ആൾക്കാർ. ഇവരാ കമന്റുകൾ നോക്കള്ള, അതാണ് അത്ഭുതം. പല കമന്റുകളും ഇവര്. അഭിലാഷും ഇപ്പൊ അവരെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അലിന്റെ ഇടി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ പമ്പയുടെ ഇടി വന്നിട്ടേ ഒരാളെന്നെ വിളിച്ചിട്ട് ഭയങ്കര എന്റെ സ്വന്തത്തിലുള്ള നീ എന്തിനാണ് പോലീസുകാരെ തല്ലുവാങ്ങിയെന്ന്. അത് അവര് ഫേസ്ബുക്കിൽ യൂസ് ചെയ്യാത്ത ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആള് കാണിച്ചിട്ട് അതന്നെ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ട് ഞാൻ പത്രത്തിലാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരു ഷോർട്ട് ഫിലിമിന്റെ ഇതായിരുന്നു. നല്ലൊരു ആക്ടറാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ അഭിലാഷ് ഇപ്പൊ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കും കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിലും കുറെ ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര മോശമായിട്ട് തെറി പറയുന്നു, അസഭ്യം പറയുന്നു, മോശമായ രീതിയിൽ പറയുന്നു. അപ്പോ അതിന് കിട്ടി അത് വായിക്കാറുണ്ടോ ആ കമന്റ്സ് ഒക്കെ? അത് നമ്മൾ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ നോക്കിപ്പോകും. നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി. അതായത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമുക്ക് ഈ അമ്മമാരെ കുറിച്ചുള്ള കമന്റ്സ് ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടും. അതായത് എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഒരു ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇട്ടപ്പോൾ അതിനകത്ത് കുറെ പേര് വന്നിട്ട് എന്തൊക്കെയോ കമന്റ് റീച്ചിന് വേണ്ടി ഇട്ടേക്കണേ എന്നൊക്കെ പറഞ്ഞുള്ളൊരു രീതിയിലിട്ടു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടി ഒരു അമ്മ മരിച്ച ഫോട്ടോസ് ഇടും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം കയറിയൊരു അവസ്ഥയാണ് അത്. അപ്പൊ കുറച്ച് ഫ്രണ്ട്സ് അതിന്റെ താഴെ ഇട്ടായിരുന്നു, നിങ്ങളൊന്നും ഇങ്ങനെ ഒരിക്കലും പറയരുത്, എന്തോ ആട്ടെ മോശപ്പെട്ടൊരു വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ഇടാ, ഇത് അല്ലെ അങ്ങനത്തെ വീഡിയോസ്, ഇതൊരു അമ്മ മരിച്ചതിന്റെ ഇതല്ലേ, അമ്മയുടെ വില അറിയില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞു. ആ സമയത്ത് എനിക്കൊരു പൊട്ടിക്കരയണം തോന്നുന്നൊരു അവസ്ഥയായിരുന്നു. ആ ഒരു ചിലൊരു വീഡിയോസ് അമ്മയുടെ കൂടെയുള്ള കിട്ടപ്പോൾ അതിന്റെ താഴെയുള്ളൊരു കുറെ കമന്റ്സുകൾ. നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ടാണോ ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? അത് ഞാൻ പറയട്ടെ, അങ്ങനെ ഓക്കെ, ഇപ്പൊ നല്ല വീഡിയോ ചെയ്താലും കമന്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മോളിയമ്മയുടെ കൂടെ ഉള്ള വീഡിയോ ചെയ്തു, മോളി കണ്ണമാലി. ആ അമ്മേനെ ചിലർ പറയാണ്, ഞാൻ ഈയിടെ പരിചയപ്പെട്ടു, ഞാൻ കോളനി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു നായകനായിട്ട്, മാസ്റ്റർ മനാഫാദിനാണ്. പക്ഷെ എന്തോ നമ്മുടെ അതുകൊണ്ട് ആ സിനിമ എന്താ പറയാ 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ കാല് മാറി. പിന്നെ ഞങ്ങളൊക്കെ കൂടിയാണ് എല്ലാരും കൂടി ഒരു എന്താ പറയാ എല്ലാരും കഴിയുന്നതിൽ പൈസ കൊടുത്താണ് ആ സിനിമ ഇറക്കിയത്. മോളി അമ്മ എന്റെ അമ്മയായിട്ട് അഭിനയിച്ചു, പാഷാണ ഷായി ചേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കോപ്രനേഷ് രാജ് സാഹിബ്, അങ്ങനെ കുറച്ച് പേജ് കൂട്ടം വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അറിയാലോ, അപ്പൊ അമ്മ അങ്ങനെ ഒരു ഇതില് തൊട്ടുള്ള പരിചയമാണ് മോളിയമ്മയായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് 1-2 വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ കുറെ കമന്റ്സുകൾ ഇങ്ങനെ ഇട്ടു. അപ്പൊ ഞാൻ ഒരു ചേട്ടനോട് ചേട്ടാ ഈ വീഡിയോയിൽ എന്താണ് മോശമായിട്ട് നിങ്ങൾ കണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ താങ്കളുടെ കുറച്ച് വൈറലായിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ലിപ് ലോക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വന്നല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് പെരേര ഞാനിങ്ങനെ ബിഗ് ബോസിൽ വരുന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. അതൊരു പൊട്ടത്തരായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ.
അല്ല സമ്മതിച്ചിരുന്നു ഞാൻ പറയാണ് വലിയൊരു കാര്യമാണ്. കണ്ടന്റ് വേണല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ പെരേര പോയിട്ട് രേണുസുധര വീട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ആ സമയത്ത് പെരേര മറു കണ്ടം ചാടി അപ്പൊ എല്ലാരും പറഞ്ഞു ഇതായിരുന്നു വാർത്ത, മരണ വീട്ടിൽ പോയി ഡാൻസ് കളിച്ചു ഭയങ്കര വാർത്തയായിരുന്നു. അപ്പൊ അന്നേരം ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അത് പറഞ്ഞവരുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്തു പോയി കഴിയുമ്പോ കയറി അത് വല്ലാത്തൊരു ഏറായി പോയി. ആ പുള്ളിക്കാരി അവിടെ നിന്ന് കിട്ടി. ആളുടെ പേരെന്തായിരുന്നു? അവര് ഒരു സിനിമയിലേക്ക് സപ്പോർട്ടിങ് ആയിട്ട് പോകുന്ന ഒരാള് തന്നെയാണ്. ഒരു കണ്ടന്റ് ചെയ്തതിന്റെ പേരിൽ അവരും കുറെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പേയ്മെന്റ് ബേസിലാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത്? എല്ലാതും പേയ്മെന്റ് ബേസിലല്ല ചെയ്ത്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. എന്തോ ലിപ് ലോക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ലിപ് ലോക്ക് ഫ്രീ ആയിട്ട്. പിന്നെ ലിപ് ലോക്ക് ഫ്രീ ആയിട്ട് ചെയ്തോ? ഫ്രീ ആയിട്ട് ശരിക്കും പമ്പ ആസ് എ ഡോക്ടർ കണ്ണു നോക്കി പറയൂ, സത്യമാണോ നുണയാണോ? ഫ്രീ ആയിട്ട് സത്യം ഫ്രീ ആയിട്ട്. ഓക്കെ. പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അണ്ണൻ പറഞ്ഞ റീച്ചിന് വേണ്ടി പറഞ്ഞ മറ്റേ ക്യാൻസർ ആണെന്ന് പറയും. പക്ഷെ പുള്ളി ഒരു കാര്യം ഉണ്ട് കേട്ടോ, പുള്ളി ശരിക്കും ഞാൻ വീട്ടിൽ ചെന്നപ്പോ പുള്ളി ഭയങ്കരമായിട്ട് ഈ എല്ലാരും അവോയ്ഡ് ചെയ്യണ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലോ. എല്ലാരും തള്ളി പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുറിയിലൊക്കെ ഒറ്റയ്ക്ക് പുള്ളി മെന്റലായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് 2 ചാനലുകാരെ വിളിച്ചിട്ട് പുള്ളിനെ കുറെ കണ്ടന്റ് ചെയ്ത് പുള്ളി എൻ്റെ അടുത്ത് അത് ഞാൻ മറക്കില്ല. പുള്ളി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അഭിലാഷ് നിങ്ങൾ വന്നില്ലാതെ ഞാൻ വേറെ രീതിയിലായിപ്പോയി. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. കാരണം തന്തയ്ക്കും തള്ളയ്ക്കും തൊട്ട് എന്നെ ആദ്യമേ പുള്ളി ക്യാൻസറാന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ മൊത്തം അയ്യോ അണ്ണ ഭയങ്കര സെന്റിമെന്റ്സ് പറയാൻ പാടില്ല. അത് പറയുമ്പോൾ അത് പോക്കത്തരാണ്. ഒരാൾക്ക് അസുഖം എന്ന് പറയുമ്പോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. പക്ഷെ പുള്ളിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഞാൻ പറയുന്നില്ല ആ പോസ്റ്റ് എന്താണ്. പോസ്റ്റ് അത് ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. ഡോക്ടർ ഇരിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല, പറഞ്ഞോളൂ. അത് പുള്ളി പറയുന്നത് എല്ലാം അറിയാമല്ലോ. പക്ഷെ ഇന്നലെ ഇട്ട പോസ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കണ്ടോ? പിന്നെ പ്രശ്നമില്ല, പറഞ്ഞോളൂ. അത് പറഞ്ഞ കുഴപ്പമില്ല, ഇല്ലല്ലേ എന്നെ ഇറക്കി ആറാട്ടണ്ണന്റെ പോസ്റ്റാണ് പുള്ളി വീഡിയോ ഇട്ടിട്ട് വാണമടി പല രീതിയിലുണ്ടതൊക്കെ പറഞ്ഞ് പുള്ളി ഇട്ടേക്കാണ്. പച്ചക്ക് ഇട്ടേക്കാണ് സമയം. അതെന്തിനാ ഇടണേന്ന് അറിയില്ല. കാരണം രാത്രിയായ പുള്ളിക്ക് ഭ്രാന്താണ്. എന്താന്ന് ഒരു പിടുത്തം കിട്ടില്ല എന്താണെന്ന്. ഇത് തന്നെയാണ് അലിനും പറഞ്ഞത്. രാത്രി ആയി കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ മാറും, കുറച്ച് എന്റെ സൗണ്ടിന്റെ ടോൺ മാറുന്നൊക്കെയാണ് ഇന്റർവ്യൂല് പറഞ്ഞത്. എന്താണ് ഇവർക്ക് പറ്റുന്ന പ്രശ്നം? പിടുത്തല്ല. എന്താ ദൈവം രാത്രി ആകുമ്പോൾ പ്രേതബാധയാണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ പമ്പയ്ക്ക്? എന്തെങ്കിലും അങ്ങനെ ഹോർമോൺ വ്യത്യാസം ശരിയാണ്. ഹോർമോൺ ചേഞ്ച് 4 മണി ശേഷമാണ് ഇത് മാറേണ്ടത്. 4 to 4 ആണ് ആ സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ രണ്ടുപേരും നല്ല സ്നേഹമുള്ളവരാ. നമുക്ക് ഒരു പാവങ്ങളാണ്. ഇതെങ്ങനെ എന്ത് ഭ്രാന്ത് പറഞ്ഞോട്ടെ, 2 പാവങ്ങളാണ് ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ അന്ന് വന്നപ്പോ നരസിംഹമൊക്കെ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതല്ല, അന്ന് ചെയ്യിപ്പിച്ചപ്പോ പുള്ളിക്ക് പുള്ളി മോഹൻലാൽ. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, അപ്പൊ ഒരു ലേഡി നിൽക്കുവാണ്, ഞങ്ങളൊരു വീഡിയോയിൽ വന്ന. അപ്പൊ ആ ലേഡീനെ ഞാൻ പറഞ്ഞു ലാലേണ്ണൻ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി എവിടെ ഇതേ നിൽക്കണുണ്ടോന്ന് പറയും. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ശരിക്കും താങ്കൾ എന്താണ് അങ്ങനെ പറയുന്നുണ്ടോ? അല്ല ഇല്ല, മറ്റേ ആറാട്ടന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞത്, സോഫി എന്നോട് സഹകരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ കറക്റ്റ് കണ്ടില്ലേ, ഈ ഇന്നും കൂടെ ചെരിഞ്ഞ മോഹൻലാലെന്ന് പറയും. പുള്ളി തുള്ളി കളിച്ച ഒരൊറ്റ പോക്ക് അവിടെ നിന്ന് എല്ലാവരും ചിരിച്ച് വീഴുന്നത്. ഇവരാണ് ശരിക്കും അല്ല, ചിലത് ഏറി കയറി കേട്ടോ. കാവ്യമാധവന് ഏറി കയറി കഷ്ടപ്പെടുന്നത്. ഞാൻ മാത്രമല്ല, അതിൽ പിന്നാമ്പുറം കുറെ ആൾക്കാരുണ്ട്. എന്റെ പേരിലേക്കേ വരുള്ളൂ മാത്രമേ ഉള്ളൂ. താങ്കളാണല്ലോ ഒപ്പത്തിൽ ഇപ്പൊ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടില്ലേ? കൊള്ളാം. ഞാനും നിക്കണമെന്ന് ഞാൻ ആ കണ്ടന്റിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഐഡിയ കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായി. അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഡോക്ടർ പമ്പയിലോട്ട് വരാം. പറഞ്ഞു. ഇപ്പൊ നമ്മൾ അഭിലാഷ് പറഞ്ഞു, അഭിലാഷ് എങ്ങനെ അലിന്റെ കൂടെ എത്തി എന്നുള്ള കഥ പറഞ്ഞു, ആദ്യമേ തന്നെ പറഞ്ഞു. ഇനി ഡോക്ടർ പമ്പോ എങ്ങനെയാണ് അലിൻ ജോസ് പെരേരനെ പരിചയപ്പെടുന്നത്? അലൻ എനിക്ക് മെസ്സേജ് അയക്കാൻ ചെയ്തത്. ഓക്കെ. അയാൾക്ക് എൻ്റെ കൂടെ റീൽ ചെയ്യാൻ, ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു. അതിനു മുമ്പ് പമ്പ വർക്ക് ചെയ്യുന്നുണ്ടോ ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ മോഡലായിട്ട്? ഞാൻ മോഡലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഐറ മീഡിയ വഴി 2 റീക്രിയേഷൻ സോങ്സിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മണിക്കുയിലെ, പിന്നെ രംഗീല സോങ്. അത് കുറച്ച് വൈറലായിട്ടാണ് അലൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അലൻ എനിക്ക് ഫോൺ നമ്പർ തന്നു. ഞാൻ അതിലേക്ക് മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജ് മാത്രമേ ഉള്ളൂ, ഫോൺ കോൾസ് ഒന്നും ഇല്ല.
ആൾ വിശ്വസിക്കാൻ പറ്റും, പേടിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ആള് ഫോൺ തന്നെ ചെയ്യില്ല, ഫോണ് വിളിച്ചാലും എടുക്കൂല. പേടിയാണ്. പ്രോബബ്ലി അത് അങ്ങനെ ഒരു നേച്ചറാന്ന് തോന്നുന്നു. അത് വർക്കിന്റെ കാര്യം മാത്രം സംസാരിക്കും. ഡോട്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബാലൻ കെ നായർ അല്ല. ഇല്ലെന്നേ, ആളുകൾ കമന്റ് ഇടുന്നവർക്ക് അറിയില്ല. പക്ഷേ കമന്റ് ഇടുന്നവർക്ക് അവിടെ ഇരുന്ന് എഴുതാൻ പറ്റും. നമ്മളൊക്കെ സൗഹൃദത്തിന്റെ പേര് കുറെ വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോസ് കഴിയുന്നു, അവരവരെ വീട്ടിൽ പോകുന്നു, എല്ലാവരും പോകുന്നു, അത്ര കാര്യമുള്ളൂ. ഇത് വീഡിയോ ചെയ്യണ ചാനലുകാരെ മുമ്പിൽ വെച്ചാണ് നമ്മളൊക്കെ ചെയ്യണത്, മനസ്സിലായി? അത് ഈ ചാനലുകാർ തന്നെയാണ് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്യുന്നു. വരി കമന്റ് ഇടുന്നവർ എന്തൊക്കെ മോശമായിട്ടാണ്. ചിലവരൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒരു ആഗ്രഹം കൊണ്ടാണ് ചിലവരൊക്കെ അഭിനയിക്കാനായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ഒരു ചേച്ചി വന്നായിരുന്നു കഴിഞ്ഞ ദിവസം, അറിയില്ല, കൊല്ലത്തുള്ള. ആ പുള്ളിക്കാരി എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് അറിയാൻ പുള്ളിക്കാരെ ആഗ്രഹം കൊണ്ട് സിനിമകളുടെ കൂടെ വന്നാണ് ആള്, വന്നു എന്നുള്ള തെറ്റാണ്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു തെറിവിളിയൊക്കെ ഉണ്ടാവും പറയുമ്പോ ഇത്ര പ്രതീക്ഷയില്ല. ആള് ഞങ്ങളുടെ കൂടെ കയറി ആ മറ്റേ ഒരു ആഗ്രഹമാണ് എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരണം, പിന്നെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാന്നാണ്. പക്ഷെ അത് വൈസ്ലി സെലക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് പമ്പ അപ്പൊ അങ്ങനെ അതിന്റെ കൂടെ പരിചയപ്പെട്ടു, അതിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് താങ്കൾ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? വർക്ക് ഇസ് അനദർ തിങ്. വർക്കിന്റെ കൾച്ചർ അല്ലെങ്കിൽ വർക്കിലുള്ള പ്രൊഫഷണലിസം വേറൊരു കാര്യം. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇപ്പോ ഞാൻ വിചാരിക്കുന്നത് ലോകത്ത് പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഇഫ് എവ്രിബഡി ഈസ് ഗോയിങ് ടു ബി സീരിയസ്, അതിലൊരു ഫണ്ണില്ല. പക്ഷെ താങ്കളൊരു പ്രൊഫഷണലി മോഡലാണ്. ഞാൻ അതേസമയം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഡോക്ടറും കൂടിയാണ്. എനിക്ക് രണ്ട് സൈഡും ഉണ്ട്. I have a goofy nature. എനിക്കൊരു പ്രൊഫഷണൽ സൈഡും ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്. When I'm at work, ഞാൻ എൻ്റെ വർക്കും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ താങ്കളെ വിശ്വസിച്ചാണെങ്കിൽ താങ്കളെ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു നേച്ചറിൽ ചെയ്യുമ്പോൾ ലൈക്ക് അലൻ്റെ കൂടെ തന്നെ വളരെ രീതിയിൽ അലൻ ചെയ്യുന്നത് പൊട്ടത്തരം, താങ്കൾ അതിനെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാം? ആൾക്കാർ ജഡ്ജ് ചെയ്തോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ഫണ്ണി നേച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ട്രൂ. ഇപ്പോൾ അലൻ ആണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ അലൻ ആണെങ്കിലും കുറെ പേരെ ചിരിപ്പിക്കുന്നില്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ചിരി ആയുസ് കൂട്ടും എന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയുണ്ടത്? ആയുസ് കൂട്ടോ ചിരിച്ചാൽ? ഇറ്റ് ഡസ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്നു അവിടെ. ഓക്കെ, അത് തന്നെയാണ് ഡോക്ടർ പമ്പയുടെയും ലക്ഷ്യം. അതല്ല എന്റെ ലക്ഷ്യം. I'll be honest with you. എന്താണ് ഡോക്ടർ പമ്പയുടെ ആക്ച്വൽ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? അലന്റെ കൂടെ പോയിട്ട് ഞാൻ വൈറലാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഒബ്വിയസ്ലി നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വൈറലാവണം എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. ബട്ട് അലന്റെ കൂടെ ചെയ്തതിന്റെ പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ അതല്ല. അങ്ങനെ വൈറലാവാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെന്നെ അപ്രോച്ചും ചെയ്യുന്നുണ്ട്. ബട്ട് അലന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള കാരണം അലന്റെ അപ്രോച്ച് തന്നെയാണ്. ഒരു സേഫ് സോൺ കണ്ടതുകൊണ്ടാണ്. ഇറ്റ് ഈസ് വെരി സേഫ് ആൻഡ് അലൻ കുറച്ചൊരു സബ്മിസീവ് നേച്ചർ ആണ്. വി ഹാവ് റൂം ഫോർ കറക്ഷൻ. നമുക്ക് അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് ഡയറക്ടറിന്റെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പറയുന്നതിനും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും ഒരു ലിമിറ്റ് ഉണ്ട്. അലന്റെ കൂടെ വി ഡോണ്ട് ഹാവ് ദാറ്റ് ലിമിറ്റ്, ബിക്കോസ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന പിന്നെ നമ്മളാണ്. ബിക്കോസ് അലൻ കുറച്ച് സബ്മിസീവ് ആയിട്ട് നേച്ചർ ഉള്ള ഒരു വ്യക്തിയാണ്. സോ ഹീ ഹാസ് ഗോട്ട് ദാറ്റ് റൂം. ആൾക്കും ഒരു റൂമുണ്ട് ഫോർ കറക്ഷൻ, നമ്മൾക്കും ഗ്രോ ചെയ്യാൻ അവിടെ സാധിക്കും. ഐ എം നോട്ട് സേയിങ് ദാറ്റ് നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല. വി നീഡ് ബോത്ത് എന്നാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അപ്പോൾ അലൻ എന്ന് പറഞ്ഞത് വളരെ എനിക്കൊരു സേഫ് സോണാണ്. ഐ ഹാവ് റൂം ഫോർ ഗ്രോത്ത്. ഐ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ റീച്ച് ഓൾസോ. അതിൽ ആൾക്കാരിപ്പം നെഗറ്റീവും പോസിറ്റീവും കമന്റ്സ് എനിക്കുണ്ട്. കൂടുതൽ നെഗറ്റീവാണ് ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ഓൾസോ. ദർ ആർ ലൈക്സ് ഓൾസോ. അപ്പൊ രണ്ടും കാണണം. എനിക്ക് ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിസിബിലിറ്റി, നമ്മൾ എത്ര സ്കിൽ ഉണ്ടായാലും നമ്മൾ വിസിബിൾ അല്ലെങ്കിൽ എന്താ കാര്യം? ദാറ്റ്സ് എ മെയിൻ തിങ്. ഇപ്പൊ താങ്കൾക്കായാലും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടാക്കി നല്ല രീതിയിലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. എന്നെ സംബന്ധിച്ചോളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങള് നെഗറ്റീവ് ആണെങ്കിൽ നാലാൾക്ക് നിങ്ങൾ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് സന്തോഷമുള്ളൂ. കാരണം എല്ലാവരും കാണുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫാമിലി എന്നാണ് വന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു.
അപ്പൊ അത് നമുക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇല്ല, ഇപ്പൊ ഞങ്ങൾ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ പോലും അവിടെ കുറച്ച് പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ചോദിക്കുന്നു ഇന്ന് ഷൂട്ടില്ലേ, എന്താ പരിപാടി, ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ. അത് വലിയൊരു സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ഇപ്പോ എന്തോ ഒരു സ്റ്റാർട്ടപ്പ് അത് കാണുമ്പോൾ തിരിച്ചറിയില്ല. ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടാവും, ഫോട്ടോ എടുക്കാൻ. നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കാൻ പ്രോബ്ലം. നമ്മളങ്ങനെ എല്ലാവരുമായിട്ട്, കാരണം അറിയാം, നമ്മളറിയുന്ന ഫ്രണ്ട്സിനെ അറിയാലോ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പമ്പേഴ്സിനെ അറിയുന്ന ഫ്രണ്ട്സിനെ അറിയാം. നമ്മൾ കോമാളിത്തരം അതിൽ ഈ ഇതിനു വേണ്ടി കാണിക്കുന്നതെന്ന് അറിയാം, മനസ്സിലായി. അല്ലാണ്ട് ഒരു കലാകാരനാണ്, പമ്പ ഡോക്ടറാണെന്ന് അറിയാം എല്ലാവരും അല്ലെ, പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാലോ, മനസ്സിലായി. പിന്നെ ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. അലിൻ ജോസ് പെരേരയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം, പുള്ളിക്ക് ഒരു മാരേജ് ചെയ്യണമെന്ന് പുള്ളിക്ക് വലിയൊരു ആഗ്രഹം. പുള്ളി അതിൽ കുറെ പറ്റിക്കപ്പെട്ടു, പ്രാങ്ക് ചെയ്ത് ചില പെണ്ണ് ഒരു ഞാൻ എന്താ അവള് പേര് ആ വ്യക്തിയുടെ പറയുന്നില്ല. ഞാൻ അന്നേരം അവൻ്റെ അടുത്ത് പറയണ ആ വന്ന പെണ്ണ് ചുമ്മാ നിന്നെ കളിയാക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു കീർത്തി അതും പറഞ്ഞത്. വേറെ പേരാ പറഞ്ഞു, പിന്നെ കീർത്തി എന്നാക്കി. അത് ഭയങ്കര മോശമായ ഒരു കാര്യം. കാരണം ആ കുട്ടി കേൾക്കുന്നത് അല്ലല്ല, എന്നെ പൂട്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയത്. അതായത് വെളിയിൽ നിന്ന് പൂട്ടി, എന്നെ പുറകെ വരരുന്നത്. താഴെ അവള് വന്നു, അവളൊരു കൂട്ടുകാരിയും വന്നു. അപ്പം വന്ന് കൂട്ടുകാരിയാണ് അങ്ങനെ വന്നു, രണ്ടുപേര് വന്നു. എന്നിട്ട് പോകുന്ന മോതിരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടാവും. അപ്പൊ എന്നെ പൂട്ടിയിട്ടു. ഒരു ചേട്ടൻ വരരുത്, ചേട്ടൻ വരരുത്. അവര് പറഞ്ഞേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരെ കാണിച്ചു കൊടുക്കരുതെന്ന് പറയാം. അപ്പൊ തന്നെ ഞാൻ പറയാം എന്തെങ്കിലും ഇതായിരിക്കും എന്ന് പറയും. അതൊന്നുമില്ല എന്റെ കല്യാണത്തിന് ചേട്ടൻ വന്നാൽ എന്ന് പറയും. എന്നിട്ട് കുറെ ഇതൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ പൂട്ടിയിട്ടിട്ട് പോയതേ. 1 മണിക്കൂർ ഞാൻ അതിന്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വന്നു അവനെ. എന്നിട്ട് തിരിച്ചു എന്നിട്ട് പുള്ളി വന്നപ്പോ തന്നെ നമുക്കൊരു ചായ കുടിക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു തന്നു, കണ്ടില്ലേ. അപ്പൊ അത് ചെയ്തൊരു പോകൃതരമാണ്, ചെറ്റത്തരമാണ് ആരായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ഒരു കല്യാണം വലിയ കാര്യമായിരുന്നു. അവൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കണം, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ കല്യാണം കേട്ടോ ഈ കുട്ടിയാണ്. അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു മഹാഭാവം തന്നെയാണ് മാഷെ. കാരണം എന്ന് വെച്ചാൽ ഒരാളെ, കാരണം എന്തും ആയിക്കോട്ടെ, മനസ്സിലായില്ലേ. ചിലവര് പറയും നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാണ്, അങ്ങനൊന്നും ഒരിക്കലും ഇല്ല. ചിലപ്പോ നല്ലൊരു കുട്ടി മനസ്സ് വിചാരിച്ചാൽ അല്ലെങ്കിൽ അത് അവന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റും മാഷെ. പക്ഷെ അലിന്റെ ക്യാരക്ടർ നമ്മൾ ഏതൊരാളാണ്, ഇപ്പൊ പമ്പയാണ് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അലിനെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ റെഡിയാണോ? മേബി നോട്ട്. അതിന്റെ ഫെയിമോ അതുകൊണ്ടൊന്നുമല്ല. ബിക്കോസ് പേഴ്സണലി എനിക്ക് അലനെ അറിയാവുന്നതുകൊണ്ട്. അതിന്റെ റീസൺ ഒന്നെന്ന് വെച്ചാൽ അലന് സർക്കാസം മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇമോഷൻസ് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ മാരേജില് കമ്മ്യൂണിക്കേഷൻ മേ നോട്ട് ബി വിത്ത് വേർഡ്സ് മാത്രമായിരിക്കണമെന്നില്ല, ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. അപ്പൊ സ്ത്രീ ഒന്നും നിലയിൽ നമ്മളെ മനസ്സിലാക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അത് നല്ല സ്നേഹമാണ് പുള്ളിക്കാരിയോട്, നല്ല ഫ്രണ്ട്ഷിപ്പ് ആട്ടോ. കാരണം ഇദ്ദേഹത്തിനാണ് അങ്ങോട്ടും ഇവന്, കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യം എല്ലാ വർക്കിലും ഇങ്ങോട്ട് പറയും പമ്പയുണ്ട്, ഇന്നോവേഷൻ പമ്പ ചെയ്യും. അപ്പൊ അവന് കാരണം സ്നേഹം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ കാരണം ലൈഫിൽ സ്നേഹം കിട്ടാത്ത പലരും ഉണ്ട്. നമുക്കൊരാള് അല്ലേ ജസ്റ്റ് ഒന്ന് സ്നേഹം തരുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ കയ്യിലിരിപ്പും കൂടി കണക്കാക്കിയിട്ടല്ലേ ഒരാൾ സ്നേഹിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. റിയാലിറ്റിയിലേക്ക് വരുമ്പം കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ്. അഭിലാഷ് ഇപ്പൊ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 3 പേരുണ്ട്. അഭിലാഷിന്റെ ക്യാരക്ടർ കണ്ടിട്ടല്ലേ ആ ഒരു സ്ത്രീ താങ്കളോട് ജീവിക്കുന്നത്? തീർച്ചയായിട്ടും. അഭിലാഷ് ഒരു മയക്ക് വരുന്ന അടിമയോ അല്ലെങ്കിൽ ഒരു മെന്റലി ഡിസോർഡർ ആയോ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ പബ്ലിക് ഫിഗറിനോ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക്കിന് മുമ്പിൽ കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കാര്യം പോലും താങ്കളെ അക്സെപ്റ്റ് ചെയ്യും? അത് ചോദിച്ചത് നേരാണ്. പക്ഷെ എന്നെ പലരും പറയുന്ന ഒരു കാര്യങ്ങളും പറയും. മാഷ് ചോദിച്ചുകൊണ്ട് ഇവന് ജോലിയില്ലേ, കാരണം ഇവൻ എങ്ങനെയാണ് കുടുംബം നോക്കണേന്നൊക്കെ പറയും. പലരും കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ ജോലി എന്താണെന്ന് എന്നെ അറിയുന്നവർക്കറിയാം. എനിക്ക് നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കടകളിൽ കൂടെ ആളുകൾക്ക് കൊണ്ടുവന്ന് കയ്യിൽ നോട്ടീസ് കൊടുക്കുന്ന പരിപാടിയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി. 1000 നോട്ടീസ് തന്നു കഴിഞ്ഞാൽ അവര് പറയും 2 ആഴ്ച കൊണ്ട് തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആഴ്ച കൊണ്ട് തീർത്താൽ മതി. അത് ആ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുക, സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുക, ജിടെക് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനൊക്കെ നോട്ടീസ് കൊടുക്കുക. അപ്പൊ അതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ചില പ്രോഗ്രാംസിന് പോകുന്നുണ്ട്. ഒരു വിമൽ ഇടിക്കുന്ന ഒരു മാജിക്കാരൻ്റെ കൂടെ ഞാൻ പരിപാടിക്ക് പോകുന്നുണ്ട്. അത് അറിയില്ല, ആർക്കും അറിയില്ല. ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്ന അലിന്റെ കൂടെയല്ലേ? അലിന്റെ കൂടെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വർക്കുകൾക്കൊക്കെ അവൻ പൈസ തരാറുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അലിന്റെ കൂടെ എപ്പോഴും കാണാം. പൈസ എല്ലാവർക്കും കൊടുക്കും, വരുന്ന ചാനലുകാർക്ക് പൈസ കൊടുക്കും, എല്ലാവർക്കും അവൻ പൈസ കൊടുക്കും. ഒരു പ്രോഗ്രാം പിടിക്കുന്നതന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
അതിന്റെ രീതിയിൽ പോകുന്ന എല്ലാവർക്കും പൈസ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് ഇങ്ങനെ കിട്ടുന്നത്. ഇന്നാണ് ഞാൻ വിമലടിക്കിയുടെ കൂടെ ഒരു പരിപാടിക്ക്, കല്യാണ പരിപാടിക്ക് പോയപ്പോൾ അവിടെ കുറെ പയ്യന്മാരെന്നെ തിരിച്ചറിയും, ചേട്ടാ വീഡിയോ കാണാറുണ്ട്, പക്ഷെ ചേട്ടൻ്റെ ഈ പാട്ടും ഇതൊക്കെ നല്ല രസമായിരുന്നു പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. വീഡിയോ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടന്റിന് വേണ്ടി ചെയ്യണതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പമ്പ തന്നെ പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അലിന്റെ കാണിക്കുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അയ്യോ പേഴ്സണലി ഞാൻ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷിലല്ലേ പറഞ്ഞേ, അതാണ് എനിക്ക് മനസ്സിലാവാണ്ടിരുന്നത്. പേഴ്സണലി ഞാൻ പറഞ്ഞതാ. ഇപ്പോ അത്രയും മലയാളത്തിലേക്ക് മലയാളത്തിൽ എനിക്ക് അത് ചില വാക്കുകൾ പറയാൻ കിട്ടൂല. ഞാനേ എന്നാലും കിരണ ടാക്സ് ഉണ്ട്, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ് തർജ്ജമ ചെയ്ത് നന്നായി. ഞാന് ഇത് എന്നെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാനേ എന്തോ അഭിലാഷ് ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എവിടെ എത്തുന്നില്ല, പറയുന്ന കാര്യത്തിലേക്കല്ല എത്തുന്നത്. അല്ലല്ലേ, ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അതെ, തെറി വിളിക്കട്ടോ ഇംഗ്ലീഷിൽ. അല്ല, എന്റെ ഇമോഷണൽ നീഡ് കുറച്ച് കൂടുതലാണ്. അപ്പൊ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇപ്പം കുറച്ചും കൂടെ ഇമോഷണൽ നീഡ്സ് കുറവായിട്ടുള്ള ഒരാളാണ്, അത്ര ഇമോഷണൽ അല്ല, അത്ര ഇമോഷണൽ സെക്യൂരിറ്റി സേഫ്റ്റി വേണം എന്ന് ആഗ്രഹമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും. സെൽഫ് സഫിഷ്യന്റ് ഫിനാൻഷ്യലി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഇമോഷണലി. അല്ല, ഇപ്പൊ നമ്മുടെ അലിൻ അത്യാവശ്യം ഫിനാൻഷ്യലി സ്ട്രോങ് ആണെന്നാണ് എന്റെയും ഫിനാൻഷ്യലി പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും കറക്റ്റ് പേയ്മെന്റ് ആണ്, എല്ലാവരും കറക്റ്റ് പേയ്മെന്റ് ആണ്. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, അപ്പൊ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ സേഫ്റ്റി, ഇമോഷണൽ സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ പറഞ്ഞത്. ഓക്കെ.